എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസസ് ഇതാണ്. എ പനോരമിക് വ്യൂ ഓഫ് ദ 2024 ചൈന ആഫ്രിക്ക സബ്മിറ്റ്. ഓക്കെ, ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. പക്ഷേ ഇതിൽ നമ്മൾ കൂടുതലും നോക്കുന്നത് ഇന്ത്യ ആൻഡ് ആഫ്രിക്ക റിലേഷൻസ് ആണ് നോക്കുന്നത്. ഈവൻ ദോ ഈ ഒരു ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയും ആഫ്രിക്കയും തമ്മിലുള്ള ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് ആഫ്രിക്ക ഈസ് കോൾഡ് ദ കോണ്ടിനെൻറ്റ് ഓഫ് ദ നെക്സ്റ്റ് സെഞ്ച്വറി എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ നമ്മൾ അറിഞ്ഞിരിക്കണം. വൈ ഈസ് ആഫ്രിക്ക ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യാസ് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ എല്ലാ പെർസ്പെക്റ്റീവിലും എന്തുകൊണ്ടാണ് ആഫ്രിക്ക ഇത്ര ഇമ്പോർട്ടൻറ്റ് കോണ്ടിനെൻ്റ് ആകുന്നതെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കറണ്ട് കേസ് സിനാരിയോയിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും കൂടി നമുക്കറിയണം. പിന്നെ ഉള്ളത് UAE ഇന്ത്യ ടൈസ് ആർ റൂട്ടഡ് ഇൻ അഫിനിറ്റി, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്. ഇതും ഇന്ത്യയും UAEയും തമ്മിലുള്ള റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ള ആർട്ടിക്കിൾസ് എല്ലാം ഒരു IR പെർസ്പെക്റ്റീവിലാണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പം രണ്ട് കൺട്രീസാണ് നമ്മൾ ഇന്നത്തെ DNAയിൽ നോക്കുന്നത്. ഒന്ന് ഒരു കോണ്ടിനെൻറ്റ് ആഫ്രിക്ക ആസ് എ കോണ്ടിനെൻറ്റ്, ദെൻ നമ്മൾ നോക്കുന്നത് UAEയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എടുത്തേക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ആർട്ടിക്കിളാണ്. പിന്നെ മോണ്ടൽ കാസ്റ്റ് ഓവർ യൂസ്ഡ് ആൻഡ് ഡേഞ്ചറസ്. ഇത് ആക്ച്വലി ഒരു ഡ്രഗിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ മിസ്യൂസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആസ്മ അതുപോലുള്ള രോഗങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്, ഒരു മെഡിസിനാണ്. അപ്പോൾ അതിൻ്റെ ഓവർ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഡേഞ്ചറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു എഡിറ്റോറിയൽ പോയേക്കുന്നത്. അപ്പോൾ ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ പാനോരമിക് വ്യൂ ഓഫ് 2024 ചൈന ആഫ്രിക്ക സബ്മിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈന ആൻഡ് ആഫ്രിക്ക ഹാസ് ഗ്രോൺ സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ 21st century, വിത്ത് ചൈന പൊസിഷനിങ് ഇറ്റ് സെൽഫ് ആസ് എ ലീഡിംഗ് എക്കണോമിക് പാർട്ട്ണർ ഫോർ ആഫ്രിക്ക ത്രൂ ദ ഫോറം ഓഫ് ഇന്ത്യ ചൈന ആഫ്രിക്ക കോപ്പറേഷൻ, FOCAC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ്മിറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ പോയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ഡീപ്പെൻഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ടൈസ് ഉണ്ട്. ദ സബ്മിറ്റ് ഹൈലൈറ്റഡ് ദ കണ്ടിന്യൂയിങ് ഗ്രോത്ത് ഓഫ് ഡിപ്ലോമാറ്റിക് ആൻഡ് ട്രേഡ് റിലേഷൻസ്, പെർട്ടിക്കുലർലി ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഫൈനാൻസ്. Okay, China's commitment to Africa's development. China has focused on long-term vision for Africa, emphasizing that it seeks to help African nations build their future, aligning with their economic and political needs. Okay, strategic economic cooperation. നമുക്കറിയാം ഇവരുടെ ഡെപ്റ്റ് ട്രാപ്പ് സ്ട്രാറ്റജിയൊക്കെ നമുക്കറിയാം. അപ്പം ആ രീതിയിലും ഇവർ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആഫ്രിക്കയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഫ്രിക്കൻ കോണ്ടിനെൻ്റൽ ഫ്രീ ട്രേഡ് ഏരിയ. China expressed its intent to partner with AFCFTA and strengthen Africa's regional trade integration, which could pave the way for greater market access and economic growth across the continent. Okay, പിന്നെ ഡെപ്റ്റ് റിലീഫ് ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വിത്ത് ആഫ്രിക്കൻ നേഷൻസ് ഫേസിങ് മൗണ്ടിങ് ഡെപ്റ്റ്. അതായത് നമുക്കറിയാം ചൈന ആദ്യമേ എന്ത് ചെയ്യും, ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചൈന കുറേ ഫണ്ട് കൊടുക്കും. ഓക്കെ, അപ്പം ആ ഫണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ ആ ഫണ്ട് ആക്ച്വലി ആ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ആ ഒരു കൺട്രിക്കോ തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫണ്ടായിരിക്കും. അപ്പോൾ ഇൻ ടേൺ എന്തെങ്കിലും ആവശ്യങ്ങൾ, എക്കണോമിക് ബെനിഫിറ്റ്സ് ചൈന എടുക്കും. പിന്നെ ഇവർ കൊടുക്കുന്നൊരു ക്ലോസ് എന്ന് വെച്ചാൽ ആ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന്, അതായത് ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നടക്കുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനൊക്കെ ചൈനീസ് കമ്പനികളായിരിക്കണം ഈ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്ലോസസ് ഒക്കെ അവർ കൊടുക്കും. ഓക്കെ, with African nations facing mounting debt, China reiterated its commitment to restructuring and relieving debt burdens while promoting long-term financial investments in Africa's development projects. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കൺസേൺസ് ആണ് ഈവൻ ഇന്ത്യയുടെ കേസിലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്ന് ചൈനാസ് എക്സ്പാൻഡിങ് ഇൻഫ്ലുവൻസ് ആണ്. ചൈന ഹാസ് ഡീപ്പൻഡ് ഇറ്റ്സ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ണർഷിപ്സ് വിത്ത് ആഫ്രിക്കൻ നേഷൻസ്, highlighting strategic sectors such as infrastructure, energy and technology. Initiatives like the African Continental Free Trade Area and the debt relief measures signify China's commitment to Africa's ഡെവലപ്മെൻറ്റ്. പിന്നെ ഇന്ത്യസ് സ്ട്രാറ്റജിക് കൺസേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ഭയങ്കരമായിട്ട് ഫുട് ഹോൾഡ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഫേസസ് ചാലഞ്ചസ് ഇൻ സെക്യൂറിങ് ഇറ്റ്സ് ക്രിട്ടിക്കൽ
മിനറൽ സപ്ലൈ ഫ്രം ആഫ്രിക്ക. അപ്പം നമ്മൾ ഈ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കോണ്ടിനെൻറ്റ്സിലെല്ലാം ഏകദേശം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഓക്കെ, അവിടുത്തെ റിസോഴ്സസ് ആണെങ്കിലും ഓരോ കൺട്രീസ് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ആഫ്രിക്ക ആസ് എ കോണ്ടിനെൻറ്റ് അവിടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള റിസോഴ്സസ് ഒക്കെ, അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയമണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള റിസോഴ്സസ് ഒക്കെ ഇനിയുള്ളത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ഈ റിസോഴ്സസ് എല്ലാം എടുക്കേണ്ടത് ബാക്കി കൺട്രീസ് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ചൈന ഹാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ സെവറൽ മിനറൽ സപ്ലൈ ചെയിൻസ് ഇൻ ദിസ് റീജിയൻ. ഇന്ത്യ മസ്റ്റ് ട്രെഡ് കെയർഫുള്ളി ആൻഡ് create distinct strategies to overcome this dominance, aligning its engagement with Africa's value addition priorities. ഓക്കെ, എന്താണ് ആഫ്രിക്കയുടെ സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആഫ്രിക്കാസ് GDP ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ ബൈ 4.3% in 2024, with the continent emerging as a key market for Indian businesses. India-Africa bilateral trade reached 98 billion in 2022 to 2023, with minerals and mining sectors contributing about 43 billion. This creates immense potential for further investment in sectors like agriculture, infrastructure and services. ഓക്കെ, അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ആഫ്രിക്കാസ് 54 nations form a significant bloc in global governance, making Africa a crucial ally for India in its bid to reform international institutions such as United Nations. ഓക്കെ, ഇന്ത്യസ് 2023 G20 പ്രസിഡൻസി ആണെങ്കിലും ആഫ്രിക്കൻ യൂണിയനിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്നാണ് ആഫ്രിക്കൻ യൂണിയൻ ബീങ് മെയ്ഡ് എ പെർമനൻറ്റ് മെമ്പർ ഓഫ് G20, റിഫ്ലക്റ്റിംഗ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു ആഫ്രിക്കാസ് വോയിസ് ഇൻ ഗ്ലോബൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പം പിന്നെ എനർജി ആൻഡ് മിനറൽ സെക്യൂരിറ്റി. ഇപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിലും നമുക്ക് എനർജി സെക്യൂരിറ്റി എന്ന കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആഫ്രിക്ക പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇന്ത്യാസ് എനർജി സെക്യൂരിറ്റി, വിത്ത് 15% ഓഫ് ഇന്ത്യാസ് ഓയിൽ ഡിമാൻഡ് സോഴ്സ് ഫ്രം ആഫ്രിക്ക. നേഷൻസ് ലൈക്ക് നൈജീരിയ ആൻഡ് അങ്കോള ആർ കീ സപ്ലയേഴ്സ്. ഇന്ത്യാസ് പുഷ് ഫോർ ക്ലീൻ എനർജി അണ്ടർ ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വാസ് ഇയർമാർക്ഡ്. ഏകദേശം എന്താണ് $2 billion സോളാർ പ്രോജക്ട്സ് ആഫ്രിക്കയിലുണ്ട്, ബെനിഫിറ്റിംഗ് ബോത്ത് റീജിയൻസ്. ഓക്കെ, പിന്നെ ക്രിട്ടിക്കൽ മിനറൽസ്, അതായത് EV അല്ലെങ്കിൽ ടെക് അംബീഷൻസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ട നമുക്കറിയാം റെയർ എർത്ത് മിനറൽസിൻ്റെ മൈനിങ് നമ്മൾ ആഫ്രിക്കയിൽ നിന്നാണ് എടുക്കുന്നത്. ആഫ്രിക്ക ഹോൾഡ്സ് അബൌട്ട് 30% ഓഫ് വേൾഡ്സ് ക്രിട്ടിക്കൽ മിനറൽസ് വിച്ച് ആർ വൈറ്റൽ ഫോർ ഇന്ത്യസ് ട്രാൻസിഷൻ ടു EVs. ലിത്തിയം അങ്ങനെയുള്ള മിനറൽസ് എവിടെ നിന്നാണ്? ഇപ്പോൾ ലിത്തിയം റിസർവ്സ് ഇൻ സിംബാബ്വെ, നമീബിയ, റെയർ എർത്ത് എലമെൻറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് കെനിയ. Platinum group metals in South Africa are of strategic importance to India. ഓക്കെ, ദീസ് മിനറൽസ് ഒക്കെയാണ് എന്താണ് EV അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്കും അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റൽസ് റെയർ എർത്ത് മിനറൽസ് ആണ്. അത് നല്ല രീതിയിൽ ആഫ്രിക്കയിലുണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യ ആഫ്രിക്കയിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഒന്ന് കോമ്പറ്റീഷൻ ഫ്രം ചൈനയാണ്. ഇന്ത്യ ലാഗ്സ് ബിഹൈൻഡ് ചൈന ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അപ്പോൾ ചൈന സ്വിഫ്റ്റ് എക്സിക്യൂഷൻ ഓഫ് പ്രോജക്ട്സ് ഓഫൺ ഔട്ട് പേസസ് ഇന്ത്യാസ് മോർ ഡെലിബറേറ്റ് അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഏത് ഇന്ത്യയും ഇപ്പോൾ ഇന്ത്യയും തായ്ലാൻഡ് തമ്മിലുള്ള കൊളാബറേഷൻ ആണെങ്കിലും ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള കൊളാബറേഷൻ ആണെങ്കിലും അതിനകത്തൊരു ചാലഞ്ച് നമ്മൾ എപ്പോഴും എഴുതുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് എപ്പോഴും ഭയങ്കര സ്ലോ ആണ്. അതായത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു 2 years തീർക്കേണ്ട സാധനം ഇറ്റ് വിൽ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 10 years. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാലഞ്ചസിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിൻ്റെ ഡിലേ അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇന്ത്യ ലോസ്റ്റ് എ സിഗ്നിഫിക്കൻറ്റ് ബിഡ് ടു ചൈന ഫോർ ഓയിൽ അസറ്റ്സ് ഇൻ അങ്കോള ഇൻ 2006, ഷോക്കേസിംഗ് ദ റിസോഴ്സ് റൈവൽറി ബിറ്റ്വീൻ ദ 2 nations. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനേർഷ്യയാണ്. ഇന്ത്യൻ കമ്പനീസ് ഹാവ് ഹിസ്റ്റോറിക്കലി സ്ട്രഗിൾഡ് വിത്ത് റിസ്ക് പെർസെപ്ഷൻ ആൻഡ് ലോക്കൽ മാർക്കറ്റ് നോളജ് ഇൻ ആഫ്രിക്ക, വിച്ച് ഹാസ് ലിമിറ്റഡ് ഇന്ത്യാസ് എക്കണോമിക് footprint. India's investments remain concentrated in East and Southern Africa, while West African markets remain unexplored, leading to an imbalance in trade and diplomatic engagements. ഓക്കെ, ഇന്ത്യൻ പ്രോഡക്ട്സിലോട്ടുള്ള പെർസെപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ
Despite India's growing trade, Indian products are often perceived as being of lower quality compared to their Western or Chinese counterparts. പക്ഷേ ചില കേസസിൽ നമുക്കറിയാം ഇപ്പം ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾസ് എസ്പെഷ്യലി ബൈക്സ് ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് ആഫ്രിക്കയിൽ. ഓക്കെ, അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇൻസിഡൻസ് ലൈക്ക് 2022 ഗാംബിയ സിറപ്പ് സ്കാൻഡൽ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനൊരു ചാലഞ്ചസിൽ എന്തൊക്കെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റീനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഗാംബിയ സിറപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, സ്കാൻഡൽ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് ഈ ആഫ്രിക്ക ഇന്ത്യ തമ്മിലുള്ള റിലേഷൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, സെക്യൂറിങ് ക്രിട്ടിക്കൽ minerals. India needs to establish strategic partnership with African countries to secure supplies of lithium, rare earth minerals, പിന്നെ PGMs, post joint ventures and financing through India Africa Mineral Development Fund can accelerate this process. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപെറ്റസ് ആണ്. എ ഡെഡിക്കേറ്റഡ് ഇന്ത്യ ആഫ്രിക്ക ഇൻഫ്രാസ്ട്രക്ചർ കമ്മീഷൻ ഷുഡ് ബി സെറ്റപ്പ് ടു ഓവർസീ ആൻഡ് എക്സ്പെഡിറ്റ് പ്രോജക്ട്സ് സച്ച് ആസ് സോളാർ ഇൻസ്റ്റാളേഷൻസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ഡിജിറ്റൽ കണക്ടിവിറ്റി. പിന്നെ നമുക്കറിയാം ഇന്ത്യ ഷുഡ് എക്സ്പാൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് കൊണ്ടുവരണം. അതായത് ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് IITയുടെ അല്ലെങ്കിൽ IIMസിൻ്റെ ബ്രാഞ്ച് ആഫ്രിക്കൻ നേഷൻസിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഫ്രിക്കൻ നേഷൻസിൽ കൊണ്ടുവരിക. പിന്നെ അഗ്രികൾച്ചർ ഇന്നോവേഷൻസ് ആണ്. India can collaborate with African nations on agriculture innovations by launching India-Africa Agriculture Innovation Corridor, offering Indian expertise in crop technology and market linkages, replicating the success of India's ENAM platform പോലെ ഉള്ള പ്ലാറ്റ്ഫോംസ് ആഫ്രിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ UAE റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the visit of Sheikh Khalid, Crown Prince of Abu Dhabi, to India reflects a growing bilateral relationship between UAE and India, deeply rooted in historical, cultural and economic ties. ഓക്കെ, അപ്പം ഒരു ക്രൗൺ പ്രിൻസിൻ്റെ വിസിറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ UAEയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് നമ്മളൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ അഫിനിറ്റി, അപ്പോൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൈസ് ഉണ്ട് ഇന്ത്യയും UAEയും തമ്മിലുള്ള. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. പണ്ട് കാലത്ത് UAE അല്ലെങ്കിൽ അതുപോലുള്ള ഗൾഫ് നേഷൻസിൽ ഇന്ത്യൻ റുപ്പി ആയിരുന്നു നമ്മുടെ മോണിറ്ററി വാല്യൂ ഉള്ള. അപ്പോൾ അവരുടെ ദിനാറിനുമൊക്കെ പകരം അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യൻ റുപ്പിയിലായിരുന്നു അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ദ പീപ്പിൾ ഓഫ് ബോത്ത് കൺട്രീസ് ഹാവ് ഷെയർഡ് കണക്ഷൻസ് ഇൻ ട്രേഡ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫോർ സെഞ്ചുറീസ്. എമിറാത്തീസ് have historically sought medical treatment in India, and Indian Ayurveda and homeopathy are highly regarded in the UAE. ഓക്കെ, പിന്നെ സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് റിലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ UAE ഈസ് ഹോം ടു അബൌട്ട് 3.5 മില്യൺ. അതായത് നമുക്കറിയാം ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറ ഉള്ള ഒരു നേഷനാണ് UAE. ഓക്കെ, ഗൾഫിലെ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പെറേറ്റേറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ബൈലാറ്ററൽ ട്രേഡ് ഹാസ് സർജ്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് വിത്ത് എ ജമ്പ് ഓഫ് ഓവർ 15% ഫോളോയിങ് ഹൈ ലെവൽ engagements. Investments from the UAE in sectors such as renewable energy, infrastructure and technology have expanded, with both countries planning to invest further in new sectors. Okay, both countries share a strong mutual commitment to economic growth and resilience. ഓക്കെ, ഇപ്പം ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൊളാബറേഷൻസ് ഉള്ളത്? ഒന്നെന്ന് പറയുന്നത് ടെക്നോളജിയാണ്. നമുക്കറിയാം റീസെൻ്റായിട്ട് അബുദാബിയിൽ നമ്മളൊരു IIT ഡൽഹിയുടെ ആണെന്ന് തോന്നുന്നു ബ്രാഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഡ്യൂക്കേഷണൽ കോപ്പറേഷനിലുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് അതിനെ കാണാം. പിന്നെ ഹെൽത്ത് കെയറിലാണെങ്കിൽ ഇന്ത്യൻ UAE റെസിഡൻസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ എനർജി കൊളാബറേഷൻസ് ഇൻ ഗ്രീൻ എനർജി, ഹൈഡ്രജൻ, ഡീസലൈനേഷൻ പ്രോജക്ട്സ് ആർ ക്രൂഷ്യൽ ടു അഡ്രസ്സിംഗ് ഗ്ലോബൽ ചാലഞ്ചസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പിന്നെ ഡിപ്ലോമാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ ഇന്ത്യ ആൻഡ് UAE ആർ കൊളാബറേറ്റിംഗ് ഇൻ എ നമ്പർ ഓഫ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ്, പെർട്ടിക്കുലർലി ഇൻ സിവിൽ ന്യൂക്ലിയർ ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ഈ റീസെൻറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. സിവിൽ ന്യൂക്ലിയർ ടെക്നോളജി കോർപ്പറേഷനിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഡീസലൈനേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. പിന്നെ UAE ഓൾസോ സപ്പോർട്ടഡ് ഇന്ത്യാസ് കാൻഡിഡേച്ചർ ടു പെർമനൻറ്റ് മെമ്പർഷിപ്പ്. അപ്പം യുണൈറ്റഡ് നേഷൻസിലെ ഒക്കെ പെർമനൻറ്റ് മെമ്പർഷിപ്പിൽ ഇന്ത്യക്ക് പാർട്ടാകണം എന്നുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നേഷനും കൂടിയാണ് UAE. ഓക്കെ, പിന്നെ ഉള്ള കാര്യമാണ് പീപ്പിൾ ടു പീപ്പിൾ കണക്ട്. ഇപ്പം നിങ്ങൾ UAE അല്ലെങ്കിൽ ഗൾഫ് റീജിയൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ആൻസർ എഴുതുവാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഡയസ്പോറനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ്. ഓക്കെ, ഇന്ത്യൻ ഡയസ്പോറ ഇൻ UAE പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺട്രീസ് ഡെവലപ്മെൻറ്റ് വിത്ത് കോൺട്രിബ്യൂഷൻസ് അക്രോസ് സെക്ടർ ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ്.
Cultural exchanges have been frequent with festivals and events promoting the shared heritage between both nations. പിന്നെ എന്താണ് ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം വിഷൻ ഓൺ ഇന്നോവേഷൻ ആൻഡ് കോപ്പറേഷൻ ആണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ അല്ലെങ്കിൽ പ്രയോറിറ്റീസിനെ അലൈൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് UAEയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ടെക്നോളജി, റിന്യൂവബിൾ എനർജി റിസർച്ച് ഇൻ UAE ഹാവ് ദ പൊട്ടൻഷ്യൽ ടു അഡ്രസ് ഗ്ലോബൽ ചാലഞ്ചസ് ആൻഡ് ബോത്ത് കൺട്രീസ് ആർ ലൈക്ലി ടു കൊളാബറേറ്റ് ഫർദർ ഇൻ ദീസ് ഏരിയാസ്. ഓക്കെ, അതാണ് UAE ഇന്ത്യ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ന ജനറിക് ടേമിലാണ് നമുക്കത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് മൊൺട്ലുകാസ്റ്റ് ഓവർ യൂസ്ഡ് ആൻഡ് ഡേഞ്ചറസ്. ഇത് ഒരു ഡ്രഗാണ്. ഡ്രഗ് ഇനീഷ്യലി ഡെവലപ്പ് ഫോർ ആസ്മ അല്ലെങ്കിൽ അലർജിക് റിൻറ്റിനീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രഗാണ്. പക്ഷേ അതിന് സിവിയർ സൈഡ് എഫക്ട്സ് ഉണ്ട്. പർട്ടിക്കുലർലി മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ കൺസംഷൻ അല്ലെങ്കിൽ ഓവർ യൂസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എഡിറ്റോറിയൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്രൂവൽ, അതായത് മൊൺട്ലുകാസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ മെർക്ക് ആൻഡ് കോ, അപ്രൂവ്ഡ് ഇൻ US FDA. അതാണ് സിംഗുലിയർ എന്ന് പറയുന്ന ബ്രാൻഡാണ് അത് ഇറക്കിയത്. അത് യൂഷ്വലി എന്താണ് ഡെയിലി ഫോർ ലോങ് ടേം മാനേജ്മെൻറ്റ് ഓഫ് ആസ്മ അല്ലെങ്കിൽ അലർജിക് റിൻറ്റിൻറ്റീസിനെ ഇത് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡ്രഗ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആസ്മ ഉള്ളവരെ ഒക്കെ അവരുടെ അസ്വസ്ഥത മാറ്റാനായിട്ടൊക്കെയാണ് ഈ ഡ്രഗ് കൊണ്ടുവന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ. അപ്പം ഇതിൻ്റെ അൺറെഗുലേറ്റഡ് യൂസ് ഇൻ ഇന്ത്യ, പ്രിസ്ക്രിപ്ഷൻ ട്രെയിൻ. അപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമുക്കറിയാം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഹൈ ഡോസേജ് ഉള്ള ഡ്രഗ്സ് ഒക്കെ കിട്ടും. ഓക്കെ, ഇൻ ഇന്ത്യ മൊൺട്ലുകാസ്റ്റ് ഹാസ് ബീൻ വൈഡ്ലി പ്രിസ്ക്രൈബ്ഡ് ഓഫൺ ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ മെഡിക്കേഷൻസ് സച്ച് ആസ് ആൻറ്റിഹിസ്റ്റമിൻസ്, bronchodilators and nasal sprays. It is available over the counter in many areas, leading to unregulated and rampant use. പിന്നെ ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഡ്രഗ് ഈസ് ഇൻക്രീസിംഗ്ലി പ്രിസ്ക്രൈബ്ഡ് ഫോർ ഷോർട്ട് ടേം യൂസ് ഓർ ഫോർ മൈൽഡ് കണ്ടീഷൻസ്, ഡീവിയേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഇൻറ്റൻറ്റ് ആസ് എ ലോങ് ടേം പ്രിവെൻറ്റീവ് മെഡിക്കേഷൻ ഫോർ ആസ്മ. പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സൈഡ് എഫക്ട്സ് കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. അപ്പം ന്യൂറോ സൈക്കാട്രിക് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് വാർണിംഗ് ആണ്. ഇൻ റെസ്പോൺസ് ടു ദ റിപ്പോർട്ട്സ് ഓഫ് സീരിയസ് സൈഡ് എഫക്ട്സ് ഇൻക്ലൂഡിംഗ് സൂയിസൈഡൽ ടെൻഡൻസീസ് ആൻഡ് സൈക്കാട്രിക് ഡിസ്റ്റർബൻസ്, FDA ഇഷ്യൂഡ് എ ബ്ലാക്ക് ബോക്സ് വാർണിംഗ്. ഓക്കെ, അപ്പം ഇത് എന്താണ്, ഇൻക്ലൂഡിങ് ഇന്ത്യയിലും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ അധികം കുറവാണ്. പിന്നെ മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് ആണെങ്കിൽ സ്റ്റഡീസ് ഹാവ് ലിങ്ക്ഡ് മൊൺട്ലുകാസ്റ്റ് ഹാസ് ടു ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം അവിടെ ഡെൻമാർക്കിലും UK യിലും US ഓക്കെ, പിന്നെ ഒരു കേസ് ഇതിനകത്ത് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്ന കേസാണ് സ്റ്റോറി ഓഫ് ഹാരി മില്ലർ. 14-year-old ബോയ് ആയിരുന്നു, സൂയിസൈഡ് ചെയ്തു. ആസ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ മരുന്ന് എടുത്തുകൊണ്ടിരുന്നുള്ള ഒരാളാണ്. അപ്പം അത് ന്യൂറോ സൈക്കാട്രിക് എഫക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനുള്ളൊരു റെഗുലേഷനോ അല്ലെങ്കിൽ പ്രോപ്പർ ഡ്രഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല. ഓക്കെ, അതൊരു വലിയ ഫോൾട്ടാണ്. ഇപ്പോൾ റെഗുലേറ്ററി ഓവർസൈറ്റ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇൻ കൺട്രീസ് ലൈക്ക് US അല്ലെങ്കിൽ UK where the sale and prescription of Motulcast are tightly controlled, India lacks adequate regulations for its usage. Patients can easily obtain the drug without a proper prescription, which further exacerbate the issue. ഇപ്പം റൈസിങ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ April 2023 Motulcast have been the 25th highest selling drug in India, reflecting a significant rise in its consumption despite safety concerns. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡ്രഗ് മിസ്യൂസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷന് അതിൻ്റെ മിസ്യൂസ് ഒക്കെ വരുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൊൺട്ലുകാസ്റ്റിൻ്റെ ഈ ഒരു ഡേറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഡേറ്റ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്റ്റാർട്ടൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിൾ യൂസിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഈ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അവരെ ട്രെയിൻ ചെയ്യുക. ഇതിൻ്റെ മൊൺട്ലുകാസ്റ്റിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. ക്ലിയർ ഗൈഡ് ലൈൻ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വെൻ ആൻഡ് ഹൗ ദ ഡ്രഗ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് വിത്ത് വാർണിംഗ്സ് അബൌട്ട് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് prominently
ഡിസ്പ്ലേഡ്. പിന്നെ ഇൻക്രീസ് ആയിട്ടുള്ള പബ്ലിക് അവയർനെസ്, പേഷ്യൻസിന് അവെയർ ആയിരിക്കണം എന്താണ് ഇതിനെ റെക്കമെൻഡഡ് ഡ്യൂറേഷനോ അല്ലെങ്കിൽ ഡോസേജ് കൂടുതലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അവരറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളൊരു പ്രിലിംസ് ക്വസ്റ്റിനും കൂടി നോക്കുകയാണ്. പ്രിലിംസ് ക്വസ്റ്റിനും ഉണ്ട്, മെയിൻസ് ക്വസ്റ്റിനും ഉണ്ട്. അപ്പം പ്രിലിംസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ? അതായത് GCCയിൽ മെമ്പർ അല്ലാത്ത കൺട്രീസ് ഏതാണെന്നും ചോദ്യം. ഒന്ന് ഇറാൻ, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്. ഇപ്പോൾ ഇതിൽ GCCയിൽ മെമ്പർ അല്ലാത്തത് ഇറാനാണ്. അപ്പോൾ നമുക്കത് ആക്ച്വലി കുറച്ച് ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ, വെസ്റ്റേൺ ഏഷ്യയുടെ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് എപ്പോഴും സൗദി അറേബ്യ ആയിട്ട് അലൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ സുന്നി ഡോമിനേറ്റഡ് കൺട്രീസുമായിട്ട് അലൈൻ ചെയ്യാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അവർ ഒരിക്കലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള സാഹചര്യം കുറവായിരിക്കും. എന്ന രീതിയിൽ നമുക്ക് ഇറാനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, GCCയിലുള്ള മെമ്പർ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റ് ഉണ്ട്, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ. ഓക്കെ, ഈ 6 കൺട്രീസാണ് GCCയിലുള്ള എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു മെയിൻസ് ആൻസർ നിങ്ങൾക്ക് എഴുതാം. വെസ്റ്റേൺ ഏഷ്യൻ കൺട്രീസിൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം. ഇത് PYQ ആണ്. The question of India's energy security constitute the most important part of India's economic progress. Analyze India's energy policy cooperation with West Asian countries. ഓക്കെ, 2017 ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിനൊരു മോക്ക് ആൻസറായിട്ട് എഴുതാം. ഓക്കെ, നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കാണിക്കാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് കുറച്ച് ഡ്രൈ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ലാസ്റ്റ് ന്യൂസൊക്കെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒത്തിരി വലിയ ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.